എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് എനിക്ക് ആക്ച്വലി ഒരു സ്ലോ ഡേ ആണ്. സ്ലോ ഡേ ഇൻ ദ സെൻസ് എനിക്ക് ഒന്നും ഇപ്പോൾ ചെയ്യാനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫുള്ളൊരു എന്താ പറയുക, ഭയങ്കര ബിസി ആയിരുന്നു ഇന്ന് ഞാൻ. ഇന്നലെ ആക്ച്വലി എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം തൃശ്ശൂരായിരുന്നു. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പോയിട്ട് ഇന്ന് മോർണിംഗ് 2:30 ആണ് ഇവിടെ എത്തിയത്. പിന്നെ ഉടനെ 5 o'clock എനിക്ക് രാവിലെ ഇങ്ങനെ 8 വരേണ്ടി വന്നു. അപ്പം ബൈ പ്രൊഫഷൻ ഞാനൊരു HR ആണ്. സോ അപ്പം ഇന്ന് നമുക്ക് ഇൻ്റർവ്യൂ കോർഡിനേഷൻ്റെ വർക്കായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഇൻ്റർവ്യൂ സമയങ്ങളിൽ നമ്മൾ നല്ല നല്ല ഹെക്റ്റിക് ആവാറുണ്ട്. ഇപ്പം ഇന്ന് അതുപോലത്തെ ഒരു ഡേ ആയിരുന്നു. അപ്പം ഇന്നലത്തെ എൻ്റെ ഉറക്കം ശരിയായിട്ടില്ല, ഇന്നത്തെ ഒരു മാതിരിയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ആകെ ടയേർഡാണ്. ഇന്ന് എനിക്കപ്പോൾ വീഡിയോ വേണോ, വീഡിയോ ഇട്ടില്ലെങ്കിൽ എൻ്റെ ചലഞ്ച് എന്താവും, എനിക്കിത് പ്രോപ്പറായിട്ട് ചെയ്യണം, ഞാൻ എല്ലാവർക്കും പ്രോമിസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും നമ്മളോരോ ടോപ്പിക്കല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്നത്തെ ഡേയെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാമെന്ന്. അപ്പം ഇന്ന് പറഞ്ഞ പോലെ എനിക്ക് ഇന്ന് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫുൾ ഓട്ടമായിരുന്നു. കാൻഡിഡേറ്റ്സ് ബഹളം, അങ്ങനെ 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 ഫുള്ള് കാര്യങ്ങളായിരുന്നു. ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡ് പോലും ഇതുവരെ കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 7-7:30 മണിയായി. ഈ സമയത്താണ് ഞാൻ വന്നത്. ഇന്ന് അത്യാവശ്യം നല്ല ലേറ്റും ആയി, രാവിലെ പോയതുമാണ്. അപ്പം ഇന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് കുറച്ച് നേരം കിട്ടിയാൽ പെട്ടെന്ന് ഉറങ്ങുക, അല്ല കുറേ ഉറങ്ങിക്കഴിഞ്ഞാൽ കുറേ നേരം കിടന്നുറങ്ങുക, ഇങ്ങനത്തെയൊക്കെ ഒരു ആഗ്രഹം, അല്ല ഇഷ്ടമുള്ള ഒരു കൈൻഡ് ഓഫ് പേഴ്സണാണ്. പക്ഷേ വൺസ് എന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, ഞാനത് നേരത്തെ കൂടി ഈ ഉറക്കം എനിക്ക് എൻ്റെ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു ലേസിനെസ് എനിക്ക് വരാറില്ല. അതിനൊരു ഉദാഹരണമാണ് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ പോയിട്ട് ലേറ്റ് ആയിട്ടാണ് കിടന്നത്. ഇന്ന് രാവിലെ 5 മണിക്ക് പോകണം എന്നുള്ള ആ ഒരു കാര്യം മൈൻഡിലുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റു. ഇൻ്റർവ്യൂവിൻ്റെ ബാക്കി കാര്യങ്ങൾ റെഡി ആവുന്നു, പോകുന്നു, വരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് പോയി. അത് ഞാൻ എന്നിൽ തന്നെ കണ്ടൊരു ക്വാളിറ്റിയാണ് സാധനം. ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഉറക്കം, അങ്ങനത്തെ എന്തെങ്കിലും ലേസിനെസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഞാനങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ നോക്കി കാണാൻ ശ്രമിക്കാറുണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് ഡോക്ടേഴ്സും നേഴ്സസും ആയിരുന്നു കൂടുതൽ ഇൻ്റർവ്യൂസിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ വന്നു, ഈ ഡോക്ടേഴ്സൊക്കെ പ്രത്യേകിച്ച് അവർക്കൊക്കെ പ്രോപ്പർ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ ഭയങ്കര നിർബന്ധമാണ്. അപ്പം ഇന്ന് നമുക്ക് പക്ഷെ ക്ലയൻറ്റ് കുറച്ച് ലേറ്റ് കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ല ഡിലേ വന്നു. അപ്പോൾ ഇത്രയോ ആൾക്കാർ, അത്യാവശ്യം നല്ലൊരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം ഇവർ വന്നു, നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇത്രയോ ആൾക്കാരോട് ഇരിക്കാൻ വേണ്ട ഡോക്ടേഴ്സാണ്. അപ്പോൾ അത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഞാൻ. പക്ഷെ ഒരു നിമിഷം നമ്മളൊന്ന് നിന്ന് അവരുടെ അടുത്ത് സംസാരിച്ച് അവരെ ഒന്ന് കൂളാക്കി, ഒന്ന് കാമാക്കി നമ്മൾ സംസാരിച്ച്, നമ്മുടെ അടുത്ത് നിന്ന് പല ടീം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പല രീതിയിൽ പറഞ്ഞു നോക്കി. ചിലരൊക്കെ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തു, ചിലരൊക്കെ ഓരോരോ ക്യാരക്ടേഴ്സാണ് നമ്മൾ കാണുന്നത്. ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ മുന്നിൽ കൂടെ ഒരുപാട് പേര് പോകുന്നുണ്ട്, ഒരുപാട് പേരോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർ ഓരോ കാര്യങ്ങൾ, ഞാൻ ഇന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ആ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം കുറച്ച് ലേറ്റ് സ്കെഡ്യൂൾ ചെയ്തത് കുറച്ച് ലേറ്റ് ആക്കിയപ്പോഴത്തേനും ഓരോരുത്തരെ ഈ ഒരു പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ്. ചിലർ നല്ല രീതിയിൽ ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം, നിൽക്കാം എന്നുള്ള രീതിക്ക് സംസാരിച്ചു. ചിലർ ഷൗട്ട് ചെയ്തു, ചിലരോട് നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു രീതിയിൽ സംസാരിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊക്കെ ഡിഫറൻസ് ആണല്ലേ ആൾക്കാർ, എന്തൊക്കെ ഡിഫറെൻ്റ് ഓഫ് ഒപ്പീനിയൻ ആണല്ലേ. നമ്മൾ പറയാറുണ്ട് പലർക്കും പല അഭിപ്രായമാണ്, അല്ലെ സ്വന്തമായിട്ടൊരു ഇതുണ്ട്, അങ്ങനെയൊക്കെ പറയാറില്ല. അപ്പം ഞാൻ ഇന്നിത് കണ്ടപ്പോഴത്തേനും ക്യാരക്ടേഴ്സൊക്കെ എന്ത് ഡിഫറെൻ്റ് ആണല്ലേ. ഒരുപാട് ആൾക്കാർ, ഒരുപാട് പലയിടത്തുനിന്ന് വന്നവർ, പല കൾച്ചർ ഫോളോ ചെയ്യുന്നവർ, പല ലാംഗ്വേജസ് അറിയുന്നവർ. അപ്പം നമ്മുടെ അടുത്ത് ഇവരൊക്കെ ഇങ്ങനെ വന്ന് കണ്ട് സംസാരിക്കും. ഇപ്പോൾ ഈ ഒരു ചെറിയ കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമാണ് ഇത്. ആൾക്കാരുടെ നേച്ചർ എങ്ങനെയൊക്കെ ചേഞ്ച് ആവാം, ഓരോ സ്റ്റേജിലും, ഓരോ സിറ്റുവേഷനിലും എങ്ങനെയൊക്കെ ചേഞ്ച് ആവാം എന്നുള്ളത്. ദെൻ ഇന്ന് ഭയങ്കര മഴയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്താ പറയുക, ഇന്നത്തെ ഡേ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരുമാതിരി ഒരു ഡേ ആയിരുന്നു. എനിക്കിന്ന് ഒന്നിനും ഒരു മൂഡില്ലായിരുന്നു. വന്നു കഴിഞ്ഞിട്ടാണേലും ഒന്നും ചെയ്യാൻ, എനിക്ക് വെറുതെ ഇരിക്കാനൊക്കെ തോന്നുകയാണ്. ഇന്നത്തെ മടുത്തിട്ടായിരിക്കണം, എന്നാൽ പോലും
ഇന്ന് വന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരിക്കുക അങ്ങനെയൊക്കെ തോന്നി. അപ്പം അങ്ങനെ ഇരുന്നൊരു സമയത്താണ് എന്നാൽ പിന്നെ വീഡിയോ എടുക്കാമെന്ന് തോന്നിയത്. അപ്പം ഇന്നത്തെ ഒരു ഡേ ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഫുള്ളി സറൗണ്ടഡ് ആയിട്ട് പല കാര്യങ്ങളും ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസിൻ്റെ അകത്ത് എൻ്റെ അഭിപ്രായങ്ങളും അല്ലെ എൻ്റെ എക്സ്പീരിയൻസും എനിക്ക് അറിയാവുന്നവരുടെ എക്സ്പീരിയൻസും അല്ലെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ടാവുക. നമ്മൾ എന്താണോ അത് എക്സാക്റ്റ് ആയിട്ടാണ് ഇതിൽ പോർട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോയ്ക്ക് എടുക്കാനൊരു മൂഡില്ലായിരുന്നു. കാര്യകാരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എനിക്ക് പക്ഷെ പോസ്റ്റ് ചെയ്തേ പറ്റിട്ടുള്ളൂ. ഞാൻ എല്ലാവരുടെ അടുത്തും പ്രോമിസ് ചെയ്തപ്പം എനിക്ക് ആ ഒരു ചലഞ്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു റീസൺ മനസ്സിലുണ്ട്. ദെൻ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് മനസ്സിലുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഭയങ്കര ലോ ആയിട്ടുള്ള ഒരു ഡേ ആണ്, ടയേർഡാണ്. എനിവേ ഇന്ന് എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.